ഇനി നമ്മൾ പഠിക്കുന്നത് റൂത്തിനെ കുറിച്ചാണ്. മുമ്പേ പറഞ്ഞു, റൂത്ത് ഒരു മോവാബ്യ സ്ത്രീയാണ്. അമ്മോന്യരും മോവാബ്യരും കർത്താവിൻ്റെ സഭയിൽ പോലും 10 തലമുറ വരെ പ്രവേശിക്കാൻ പാടില്ലെന്ന് കൽപ്പന കൊടുത്ത ദൈവം റൂത്തിനെ ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ ചേർത്തി എന്ന് മാത്രമല്ല, റൂത്തിൻ്റെ പേരിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ ഒരു പുസ്തകം വരെ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. 4 അധ്യായമേ ഉള്ളൂ. റൂത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ മനോഹര പല കാര്യങ്ങളും നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ട്. ഈ നവോമി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇസ്രായേലിക്കാരിയാണ്. ബത്ലഹേമിൽ താമസിച്ചിരുന്നതാണ്. ബത്ലഹേമിൽ ഒരു ദാരിദ്ര്യം വന്നു, പട്ടിണി വന്നു. അപ്പോൾ അവരറിഞ്ഞു മോവാബ് ദേശത്ത് വലിയ കുഴപ്പമില്ല, അവിടെ അത്യാവശ്യത്തിനൊക്കെ ഭക്ഷണമുണ്ട്, പട്ടിണിയൊക്കെ ഇത്തിരി കുറവാണെന്ന് കേട്ടപ്പോൾ ഈ നവോമിയും അവരുടെ ഭർത്താവും 2 ആൺമക്കളും കൂടിയിട്ട് മോവാബ് ദേശത്തേക്ക് കുടിയേറി പാർത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നവോമിയുടെ ഭർത്താവ് മരിച്ചുപോയി. നവോമിക്ക് പ്രായമായി. അപ്പോൾ നവോമി തൻ്റെ 2 പുത്രന്മാർക്കും ഭാര്യമാരെ അന്വേഷിച്ചു. മോവാബ്യ വംശത്തിൽപ്പെട്ട 2 സ്ത്രീകളെ നവോമിയുടെ മൂത്ത മകനും ഇളയ മകനും വിവാഹം ചെയ്തു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വരാനിടയായി. 2 ആൺമക്കളും വഴിക്ക് വഴിക്ക് മരിച്ചുപോയി. നവോമിയുടെ മക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞ 2 സ്ത്രീകളും അടക്കം 3 പേര് വിധവയായി. 3 വിധവകൾ താമസിക്കുന്ന ഒരു ഭവനം. എന്തുകൊണ്ടാ ഇത്രമാത്രം നാശം, ഇങ്ങനെയൊരു തകർച്ച, ഇങ്ങനെയൊരു ദുരന്തം അവരുടെ ജീവിതത്തിൽ വരാൻ കാരണമായി? ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത ഒരു പ്രമാണം, ഒരു നിർദ്ദേശം, ഒരു നിയമമുണ്ട്. നിങ്ങൾ ഏത് ദേശത്ത് പോയി കുടിയേറി ജീവിച്ചാലും താമസിച്ചാലും അവിടുത്തെ ജനങ്ങളുമായി നിങ്ങളുടെ മക്കൾ വിവാഹബന്ധത്തിലേർപ്പെടാൻ പാടുകയില്ല. ആ ദേശത്തുകാരുമായി നിങ്ങളുടെ മക്കൾ അവരുടെ പുത്രിമാരെ ഭാര്യയായി സ്വീകരിക്കുകയോ നിങ്ങളുടെ പുത്രിമാരെ അവരുടെ മക്കൾക്ക് ഭാര്യമാരായി കൊടുക്കുകയോ ചെയ്യരുതെന്ന് നിയമാവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനത്തിൽ ദൈവം കൊടുത്ത കൽപ്പന ഇവരുടെ അറിഞ്ഞോ അറിയാതെയോ ചിന്തിക്കാതെയോ എങ്ങനെയോ മോവാബി സ്ത്രീകളെ 2 പേരും 2 മക്കളും വിവാഹം കഴിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുമ്പോൾ ഞാനും നിങ്ങളും ഓർക്കണം, ഇത് എൻ്റെ നാശത്തിന്, എൻ്റെ കുടുംബത്തിൻ്റെ നാശത്തിന് കാരണമാകുമെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും വേണം. ഇത് മാത്രമൊന്നുമല്ലല്ലോ ദൈവത്തിൻ്റെ കൽപ്പന, ഇഷ്ടംപോലെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് നൽകിയ നിർദ്ദേശം. ദൈവം പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന കൽപ്പനകളും ചട്ടങ്ങളും നിങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ദേശത്ത് സന്താന പുഷ്ടിയുള്ളവരായി വളർന്ന് പന്തലിക്കും. എൻ്റെ ഈ നിർദ്ദേശങ്ങൾ, ഈ നിയമം, ഈ പ്രമാണം, ഈ വചനം നിങ്ങൾ ധിക്കരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ വംശം നാശമടയും. ഹല്ലേലൂയ. വിവാഹം കഴിക്കാൻ പാടില്ലാത്ത 2 സ്ത്രീകളെയാണ് നവോമി തൻ്റെ മക്കൾക്ക് ഭാര്യയായി സ്വീകരിച്ചത്. കുടുംബജീവിതം നയിക്കാൻ അവർക്ക് കഴിയുന്നതിന് മുമ്പ് 2 പേരും മരണത്തിന് കീഴടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നവോമി പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തേക്ക് മടങ്ങിപ്പോകുക. ഈ വൃദ്ധയായ സ്ത്രീയുടെ കൂടെ വന്ന് വെറുതെ ദുരിതം അനുഭവിക്കാൻ വരണ്ട. കാരണം ദൈവം എൻ്റെ മേൽ വരുത്തിയിരിക്കുന്ന ദുരിതങ്ങൾ അത്ര വലുതാണ്. ഈ ദുരിതങ്ങൾ പങ്കുവെക്കുവാൻ നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട. അവർ കുറേ ശാഠ്യം പിടിച്ചു, ഞങ്ങൾ പോകില്ല, ഞങ്ങൾ അമ്മയുടെ കൂടെ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഉപദേശിച്ചു, മക്കളെ, ഇസ്രായേലിൽ നിലവിലുള്ളൊരു നിയമമാണ്, സഹോദരൻ മക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ അടുത്ത സഹോദരൻ അവളെ വിവാഹം ചെയ്ത് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ള നിയമം. നവോമി പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഇനി എൻ്റെ മക്കളിൽ നിന്ന് ആരെയെങ്കിലും ഭർത്താവായി തരാൻ എനിക്ക് മക്കളില്ല, ഞാൻ വിധവയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ, ഞാൻ വിവാഹം കഴിഞ്ഞ് ഈ രാത്രിയിൽ തന്നെ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ പോലും അവർക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ നിങ്ങൾ കാത്തു നിൽക്കുമോ? എന്തിനാ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ മടങ്ങി നിങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. മരുമക്കള് അമ്മായിമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഓർഫ അവൾ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞുപോയി. ഹല്ലേലൂയ. നവോമി പറഞ്ഞ ഉപദേശം കേട്ട് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരു ജീവിതമുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്, അത് ഈ വിധവയായ അമ്മായിയമ്മയുടെ കൂടെ പോയി ജീവിച്ച് നശിപ്പിക്കാനുള്ളതല്ല, എനിക്കൊരു ജീവിതമുണ്ടെന്ന് കരുതി തീരുമാനിച്ച് വളരെ സങ്കടത്തോടു കൂടിയാണെങ്കിലും അമ്മായിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഓർഫ തൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് തിരികെ പോയി. നവോമി ചോദിച്ചു, മകളെ, അവൾ പോയത് നീ കണ്ടില്ലേ, എന്തുകൊണ്ടാ നീ പോവാത്തത്? നീയും അതുപോലെ പോ, വെറുതെ എൻ്റെ കൂടെ വന്ന് നിന്റെ ജീവിതം നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ റൂത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമ്മയെ വിട്ട് പിരിഞ്ഞു പോകുന്ന പ്രശ്നമേ ഇല്ല, മരണം കൊണ്ട് വേർപ്പെടുന്നത് വരെയൊക്കെ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കും. ഇന്നു മുതൽ നിങ്ങൾ എൻ്റെ അമ്മയാണ്. നിങ്ങൾ മടങ്ങിപ്പോകുന്ന പൂർവപിതാക്കന്മാരുടെ ദേശം ഇന്നു മുതൽ എൻ്റെയും കൂടി ദേശമാണ്. നിങ്ങളുടെ ചാർച്ചക്കാരും മുഴുവനും എൻ്റെയും ചാർച്ചക്കാരാണ്, ബന്ധുക്കളാണ്. ഒരു കാര്യം കൂടി റൂത്ത് പറഞ്ഞു, നിങ്ങൾ ബഹുമാനിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവമാണ് ഇന്നു മുതൽ എൻ്റെയും ദൈവം. ഹല്ലേലൂയ. ജീവിതത്തിലെ ഭാവിയിലുള്ള എല്ലാ കാര്യങ്ങളും വേണ്ടെന്ന് വെച്ച് നവോമിയുടെ കൂടെ വരുന്ന മരുമകളായവൾ പറയുകയാണ്, അമ്മായിയമ്മയെ ഈ വയസ്സുകാലത്ത് വിട്ടുപിരിഞ്ഞ് നിങ്ങളെ തനിയെ വിട്ട് നാശത്തിലേക്ക് വിടാൻ ഞാൻ തയ്യാറില്ല. നിങ്ങളുടെ പിതാക്കന്മാർ, പൂർവ്വപിതാക്കന്മാർ എൻ്റെയും പൂർവ്വപിതാക്കളാണ്, നിങ്ങളുടെ ബന്ധുക്കൾ എൻ്റെയും ബന്ധുക്കളാണ്, നിങ്ങളുടെ ദൈവം ഇന്നു മുതൽ എൻ്റെയും ദൈവമാണ്. ഹല്ലേലൂയ. അമ്മായിമ്മയും മരുമകളും ഒക്കെ സ്വന്തം ഭവനത്തിൽ അമ്മായിമ്മയുടെ കഷ്ടപ്പാടുകളെ ഓർത്ത് ദുഃഖിച്ച് വേദനിച്ച് കഴിയുന്നവരാണോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. റൂത്തിനെ പോലെ തൻ്റെ ജീവിതത്തിലെ ഭാവിയെ നോക്കാതെ വിധവയായ തൻ്റെ അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവരുടെ ബന്ധുക്കളെ തങ്ങളുടെ ബന്ധുക്കളായി തിരഞ്ഞെടുത്ത് അവരുടെ ദൈവത്തെ സ്വന്തം ജനമായി സ്വീകരിച്ച റൂത്തിൻ്റെ പേരാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനത്തിൽ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പിന്നീടുള്ള കാലം ഇവർ നാട്ടിൽ ചെന്നപ്പോൾ നവോമിയെ കണ്ടപ്പോൾ ചിലരൊക്കെ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ അവിടെ ജീവിതം ആരംഭിച്ചു. റൂത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഇവർ ബത്ലഹേമിൽ എത്തുമ്പോൾ ബത്ലഹേമിൽ ബാർലി കൊയ്യുന്ന സമയമാണ്. അമ്മായിയമ്മയെ തീറ്റിപ്പോറ്റാൻ വേണ്ടി ഇവൾ കൊയ്ത്തറിയില്ല, കറ്റ ചുമക്കാൻ അറിയില്ല. എങ്കിലും കൊയ്തെടുത്ത വയലിൽ കയറി അവിടുത്തെ ധാന്യക്കതിരുകൾ കാലപെറുക്കുക എന്നാ പറയുക നമ്മളതിനെ. അത് പെറുക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ ഉടമസ്ഥൻ്റെ സമ്മതം വേണം. ബോവാസ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ പേരും യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിലുണ്ട്. ബോവാസിൻ്റെ വയലായിരുന്നു. അവിടെ ചെന്ന് അദ്ദേഹം ഇവൾ ചോദിച്ചു, ഞാൻ ഇങ്ങനെ വന്നവളാണ്, എനിക്ക് കാല പെറുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ സമ്മതം തരണം എന്ന് പറഞ്ഞപ്പോൾ ബോവാസ് സമ്മതിച്ചു. അവൾ കാല പെറുക്കിയെടുത്ത് കൊണ്ടുപോയി വെതിച്ചെടുത്ത ബാർലിക്കൊണ്ട് പ്രായമായ തൻ്റെ അമ്മായിയമ്മയെ തീറ്റിപ്പോറ്റി. ഹല്ലേലൂയ.
അമ്മായിമ്മയ്ക്ക് മരുമകൾ എന്ന് പറഞ്ഞാൽ ജീവന, മരുമകൾക്ക് അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ ജീവന. ഈ ജീവന് തുല്യം ഈ അമ്മയെ സ്നേഹിച്ചത് കൊണ്ടും അവളുടെ സ്വന്തം ജനത്തെ സ്വന്തം ജനമായി സ്വീകരിച്ചത് കൊണ്ടും ഇസ്രയേലിൻ്റെ ദൈവത്തെ സ്വന്തം ദൈവമായി സ്വീകരിച്ചത് കൊണ്ട് കൂടിയ റൂത്തിൻ്റെ പേര് യേശുവിൻ്റെ വംശാവലി ഗ്രന്ഥത്തിൽ വന്നു എന്ന് മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിൽ റൂത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥം നിലനിൽക്കാൻ തമ്പുരാനിടയാക്കി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമുക്കൊന്ന് പരസ്പരം നമ്മുടെ വീട്ടിലുള്ള പുരുഷന്മാർക്കുള്ള സന്ദേശമല്ല, സ്ത്രീകളുടെ ഇടയിൽ കൊടുക്കുന്നൊരു സന്ദേശമാണ്. സ്വന്തം അമ്മായിയമ്മയെ സ്നേഹിക്കുക, മരുമക്കളെ സ്വന്തം മക്കളായി സ്നേഹിക്കുക. അങ്ങനെ തുടരുന്ന കുടുംബത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സമാധാനം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രയേലരായ നവോമിയും ഭർത്താവ് രണ്ടു മക്കളും മോവാബ് ദേശത്ത് പോയി നശിക്കാനിടയായത് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതുകൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, നിയമാവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ ഒരു വചനമുണ്ട്. ഞാൻ കൂടെ നോക്കുന്നത് സമയം കടന്നു പോകുന്നുണ്ടോയെന്നറിയാനാ. ആ വചനം ഇങ്ങനെയാ. ഏതാണ് വചനം? നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വചനം മുതൽ. അവിടെ തമ്പുരാൻ കൊടുക്കുകയാണെന്നൊരു കൽപ്പനയാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ വചനങ്ങൾ, ഈ പ്രമാണങ്ങൾ അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആരുടെ ഹൃദയത്തിൽ? മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇവ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. യാത്രയിലായിരിക്കുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് തന്നെയായിരിക്കണം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ഹല്ലേലൂയ. ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മക്കളേനും പേരക്കുട്ടികളേനും ഒക്കെ നമ്മൾ എന്താ പറഞ്ഞു പഠിപ്പിക്കണേ? ആമയുടെയും മൊയിലിൻ്റെയും കഥ പറയും, കുറുക്കൻ്റെ കഥ പറയും, ഒട്ടകത്തിൻ്റെയും സിംഹത്തിൻ്റെയും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കും നമ്മൾ, അല്ലേ? സത്യമാണോ? എങ്കിലൊരു ഹല്ലേലൂയ പറഞ്ഞു. സന്തോഷമായി. ദൈവത്തിനെ സ്തുതിക്കുകയാണ്. അപ്പോൾ എന്താ നമ്മളിവിടെ പറഞ്ഞ വചനം? ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങളും പ്രമാണങ്ങളുമെല്ലാം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം, ജാഗരൂകതയോടെ പഠിപ്പിക്കണം. അത് കിടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇത് തന്നെ പറയണം. നിങ്ങളുടെ കട്ടിലപ്പടിയിൽ ഈ വചനങ്ങൾ എഴുതി വെക്കണം. നിങ്ങളുടെ പട്ടയിൽ ഈ വചനങ്ങൾ രേഖപ്പെടുത്തണമെന്നൊക്കെ എഴുതി വച്ചിട്ട് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചോ? അതിൻ്റെ ദുരന്തങ്ങളാണ് ഇന്ന് നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പ്രമാണം അത് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ അമ്പേ പരാജയപ്പെട്ടു. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, 2 മക്കളുള്ളതാ. ഇദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അന്നൊന്നും വിശ്വാസത്തിൻ്റെ അരുത്തുകൂടെ പോയിട്ടില്ല. പോലീസുകാരനൊക്കെ ആകുമ്പോൾ ഇവിടെ പോലീസുകാരാരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ, റിട്ടയർഡായിട്ട് വന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. കൈക്കൂലി വാങ്ങിയും ഒക്കെ. സങ്കീർത്തനം 15-ന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിർദോഷനെതിരെ നീ കൈക്കൂലി വാങ്ങിയാൽ സ്വർഗരാജ്യത്തിലേക്ക് കിടക്കില്ല. സമ്പാദിച്ചു ഇഷ്ടം പോലെ. അദ്ദേഹം റിട്ടയർഡായി. ഇത് ഞാൻ അദ്ദേഹത്തിന് വിധിക്കുകയല്ല, ബാക്കിയുള്ളതും കൂടി കേട്ടോ. റിട്ടയർഡായി തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തിന് പിന്നീട് ബോധ്യപ്പെട്ടു, ഇങ്ങനെയൊന്നും പോരാ.
എൻ്റെ ജീവിതം പണത്തിൻ്റെ പിന്നാലെ പാഞ്ഞ് പാഴായിപ്പോയി. എനിക്ക് എൻ്റെ ദൈവത്തിനെ സ്നേഹിക്കണം, ദൈവത്തിനെ സേവിക്കണം എന്നുള്ള ചിന്ത കടന്നു വന്നപ്പോൾ ഈ മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചു. ക്രിസ്ത്യാനിയ. അദ്ദേഹം ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി. ഇടവക പള്ളിയിലെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വരാൻ തുടങ്ങി. ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ തുടങ്ങി. അങ്ങനെ തികച്ചും ഒരു വിശ്വാസിയായി മാറി. എന്നാൽ ഇവൻ്റെ മകൻ വിശുദ്ധ കുർബാനയ്ക്ക് പോകില്ല. പള്ളി കണ്ടു കഴിഞ്ഞാൽ, ഇവിടെ പള്ളിയാണെങ്കിൽ അങ്ങോട്ട് നോക്കി പോകും. കുടുംബ പ്രാർത്ഥനയിലേക്ക് വരുന്നില്ല. അങ്ങനെ ഇവൻ താന്തോണിയായി ജീവിച്ചു. ഇദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ അരികിൽ പങ്കുവെക്കുന്നത്. ആ സഹോദരി പറയുക, എൻ്റെ മകൻ പള്ളിയിൽ വരില്ല, പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കില്ല. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, കുടുംബത്ത് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ അകത്ത് കയറി മൊബൈലിലോ കമ്പ്യൂട്ടറിലോ എന്തെങ്കിലുമൊക്കെ പരതിക്കൊണ്ടിരിക്കും. അതുമല്ലെങ്കിൽ സ്നേഹിതരൊത്ത റോഡിൽ കൂട്ടം കൂടി നിന്ന് ഈ ലോകകാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അമ്മ വളരെ ദുഃഖത്തോട് വേദനയോടെ പറഞ്ഞു, എടാ മകനെ, എന്താണ് നീ ഇങ്ങനെ? 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത്, ഇതുവരെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞു, നിനക്കൊന്ന് പള്ളിയിൽ വന്നാൽ എന്താ? നിനക്ക് ഈ കുടുംബത്ത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നിരുന്ന് ചെല്ലിയാൽ നിനക്ക് എന്ത് ദോഷമാടാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മകൻ അമ്മയ്ക്ക് കൊടുത്ത മറുപടിയാ, കുമ്പളം കുത്തിയാൽ അമ്മേ മത്തങ്ങ മുളയ്ക്കുവോ? മത്തം കുത്തിയാൽ അമ്മേ കുമ്പളഞ്ഞ മുളയ്ക്കുവോ? സംഗതി പിടികിട്ടിയാ നമുക്ക്? അപ്പൻ ചെയ്തത് കണ്ട്, അപ്പൻ കൊടുത്ത മാതൃകയനുസരിച്ച് അവൻ ചെറുപ്പം മുതലേ വളർന്നത് ദൈവത്തെ മാനിക്കുന്നവനായിട്ടോ ദൈവത്തിൽ വിശ്വസിക്കുന്നവനായിട്ടോ അല്ല അവൻ തൻ്റെ അപ്പനെ കണ്ടത്. അപ്പൻ മദ്യപാനിയായിരുന്നു. അപ്പൻ പള്ളിയിൽ പോകില്ല. അപ്പൻ പ്രാർത്ഥനയ്ക്കിരിക്കില്ല. പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ, അമ്മ വിളിച്ചാൽ അമ്മയെ ചീത്ത പറയുന്നത് കേട്ട് വളർന്നു വന്ന മകൻ പറയുക, മത്തം കുത്തിയിട്ടാൽ കുമ്പളം മുളയ്ക്കുമോ എന്ന്. ഈ ചോദ്യം ഇനി നാളെ നമ്മുടെ മക്കൾ നമ്മളോട് വളർന്നു വരുമ്പോൾ ചോദിക്കും. അതിനാൽ എൻ്റെ മക്കളെ മാതൃക കൊടുത്ത് വളർത്തിയവനാണ് ഞാൻ. ദൈവത്തെ അറിഞ്ഞത് മുതൽ പള്ളിയിൽ ദിവസവും കുർബാനയ്ക്ക് പോകും. കൈവിരിച്ച് പിടിച്ച് നിന്ന് ദൈവത്തെ സ്തുതിക്കും. 8 മണിക്ക് എല്ലാവരും ചേർന്നിരുന്ന് ജപമാല ചൊല്ലും. ഇത് കണ്ട എൻ്റെ മക്കൾ വളർന്നേ. അത് കണ്ടു വളർന്ന എൻ്റെ മകൾ ദിവസം പള്ളിയിൽ പോകാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിന് നല്ലൊരു തുണയെ ദൈവം കൊടുത്തു. 4 കുഞ്ഞുങ്ങളെ കൊടുത്തു. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും. ഇപ്പം എൻ്റെ പേരക്കുട്ടികൾ എൻ്റെ വീട്ടിൽ വന്നാൽ 4 മക്കളിൽ 2 ആൾ എൻ്റെ ഭാര്യയുടെ കൂടെയും 2 ആൾ എൻ്റെ കൂടെയും അന്തി ഉറങ്ങാൻ വന്ന് കിടക്കും. വരണത് വേറെ ഒന്നിനും അല്ലാട്ട, കഥ കേൾക്കാനാ. അപ്പം എൻ്റെ മൂത്ത പേരക്കിടാവ് ഇപ്പോൾ 12 വയസ്സുണ്ട്. രണ്ടാമത്തെ പേരക്കിടാവിന് ഏകദേശം 10 വയസ്സ്. ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞു. അപ്പോൾ ഇവർക്കൊക്കെ ഞാനും എൻ്റെ ഭാര്യയും പറഞ്ഞു കൊടുത്ത കഥ, സക്കേവൂസിൻ്റെ കഥ, 5 അപ്പം 5000 പേർക്ക് വാഴ്ത്തി വിഭജിച്ചു കൊടുത്തത്, അങ്ങനെ ബൈബിളിൻ്റെ അകത്ത് എന്തൊക്കെ ചരിത്രങ്ങളുണ്ടോ അത് മുഴുവനും കഥയായി പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ പേരക്കുട്ടികൾ 4 പേരും തൊള്ള തുറന്ന് കേട്ട് കേട്ട് അങ്ങനെ അവർ ഉറങ്ങിപ്പോകും. മൂത്തവളെ പള്ളിയിലെ വേദോ ഉപദേശം, നമ്മളിപ്പോൾ എന്തായാലും പറയാ, സൺഡേ ക്ലാസ്, കാറ്റിക്സ് എന്നൊക്കെ പറയും. എൻ്റെ മകളെ ആദ്യമായി ചേർത്തി. അവൾ 1-ാം ക്ലാസ്സിൽ ചെന്നു. അപ്പോൾ ഈ കാറ്റിക്സും പഠിപ്പിക്കുന്ന ടീച്ചർ പൊതുവേ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു. ആർക്കും അറിയില്ല. എൻ്റെ പേരക്കുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അതിൻ്റെ ഉത്തരം. പലപ്പോഴും ഇങ്ങനെ തുടർന്നപ്പോൾ ടീച്ചർ ചോദിച്ചേടി, നിനക്ക് ഈ ഉത്തരങ്ങൾ ഇതൊക്കെ ഇത്ര ചെറുപ്പത്തിൽ ഈ 1-ാം ക്ലാസ്സിൽ വരുമ്പോഴേക്കും എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കിടന്ന് ഉറങ്ങാൻ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും അടുത്ത് തൃശ്ശൂരിൽ അമ്മയുടെ അമ്മേനെയും അപ്പനെയൊക്കെ എന്തെന്നാ വിളിക്കാന്നറിയോ? അപ്പാപ്പൻ അമ്മാമ്മ എന്നാ. ജെയിംസ് ഏട്ടാ, എറണാകുളത്ത് അപ്പാപ്പൻ അമ്മാമ്മ എന്ന് പറഞ്ഞാൽ
ഞങ്ങൾ ഒരുമിച്ച് ഖത്തറിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ജെയിംസ് ചേട്ടൻ. ജെയിംസ് ചേട്ടൻ്റെ ഭാര്യയാണ് ഈ ഇരിക്കുന്നത്, സൂസി ചേച്ചി. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് 2 കൊല്ലമായി നാട്ടിൽ വന്നിട്ട്. എൻ്റെ പേരക്കിടാവ് പറഞ്ഞു കൊടുത്തത്, ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ എൻ്റെ അപ്പാപ്പൻ്റെയും അമ്മാമ്മയുടെയും അരികിൽ കിടക്കുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കഥ ബൈബിളിലെ ഈ ചരിത്രങ്ങളാണ്. അങ്ങനെയാണ് ഞാനൊക്കെ ഇത് പഠിക്കാനിടയായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു? ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ ഈ വചനം അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അത് ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. യാത്ര ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇത് തന്നെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. അങ്ങനെ കൽപ്പന തന്ന ഇസ്രയേൽ ജനത്തിൽപ്പെട്ട പുതിയ ഇസ്രയേലായ നമുക്ക് ഈ ദൈവവചനം അനുസരിക്കുന്ന കാര്യത്തിൽ എത്രമാത്രം ശുഷ്കാന്തി ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക സ്വയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേശ്യയായ റാഹാബ് എങ്ങനെ യേശുക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥത്തിൽ കയറി പറ്റിയത്? 10 തലമുറ വരെ മോവാബിന് ദൈവത്തിന്റെ സഭയിൽ കയറരുത്, ചേർക്കരുതെന്ന് കൽപ്പന കൊടുത്ത ദൈവം മോവാബിയായ സ്ത്രീ റൂത്ത് എങ്ങനെയാ ക്രിസ്തുവിന്റെ വംശാവലി ഗ്രന്ഥത്തിൽ വന്നത്? എങ്ങനെയാ റൂത്തിന്റെ പേരിൽ ഒരു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു പുസ്തകം തന്നെ ചേർക്കാൻ ഇടയായത്? വലിയ ആനകാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. അവർ അനുഭവിച്ച ദൈവത്തെ അവർ സേവിച്ചു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് പിരിഞ്ഞപ്പോൾ റൂത്ത് തൻ്റെ അമ്മായിയമ്മയെ അമ്മയായി സ്വീകരിച്ചു. അവളുടെ ജനത്തെ സ്വന്തം ജനമായി സ്വീകരിച്ചു. ഇന്നു മുതൽ അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവമെന്ന് പറയുവാനുള്ള ഒരു ആത്മധൈര്യം അവൾ പ്രകടിപ്പിച്ചു. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.